കളി. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ കൊമ്പനെ ശിവൻ മെരുക്കിയിട്ടുണ്ട്. ആരാ ജീപ്പി കയറാൻ പറഞ്ഞത്? എന്തിനാ ഈ ജീപ്പി കയറി ഇരുന്നെന്ന്? ഡെയ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ വെച്ച് കാണിച്ച ആവേശമൊന്നും ശിവന്റെ വീട്ടുകാർക്ക് ഇപ്പൊ ഇല്ല. മഹേന്ദ്രൻ കൊടുത്ത വാക്ക് വിശ്വസിച്ച ഡെയ്സി ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ കല്യാണം പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ തന്തയും തള്ളയൊന്നും അല്ലല്ലോ, മക്കളല്ലേ. നിന്റെ മോളോട് തന്നെ ചോദിക്ക്. അവൾക്ക് വാക്ക് കൊടുത്തതേ അവളുടെ അച്ഛനല്ലേ. അവളൊന്നും തെളിച്ച് പറയുന്നില്ല. നിങ്ങൾ ആ മഹേന്ദ്രനെ ഒന്ന് വിളിക്ക്. അയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്ക്. അവളുടെ സങ്കടം കണ്ടിട്ടാ ഞാനീ പറയുന്നത്. അതായത് എന്റെ മകളെ കെട്ടണമെന്നും പറഞ്ഞ് ഞാൻ മഹേന്ദ്രന്റെ കാല് പിടിക്കണമെന്നല്ലേ? എടി, അതിലും ഭേദം ഒരു കത്തി എടുത്ത് എന്റെ ചങ്കിൽ കുത്തി ഇറക്കുന്നതല്ലേ? മെലിഞ്ഞെന്നും പറഞ്ഞ് നീ എന്നെ തൊഴുത്തിക്കെട്ടാൻ നോക്കല്ലേ എൽസമ്മേ. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നീ ഒന്നും പറയണ്ട. എന്റെ കൈപ്പാങ്ങിൽ നിന്ന് നീ മാറി നിന്നോ, അതേ എനിക്കിപ്പോ പറയാനുള്ളൂ നിന്നോട്. അപ്പാ, അവളിങ്ങനെ അവനെ ഓർത്ത് പൂങ്കണ്ണിൽ ഒഴുക്കിയിരിക്കുന്ന ഭാവമെങ്കിൽ ഈ ഇരിപ്പ് മാത്രമേ ഉണ്ടാവൂ. കാരണം അവൻ കൈവിട്ട് പോയി. നീയും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നേ. എടാ, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയടാ. എങ്കിലല്ലേ എനിക്ക് പരിഹാരം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റൂ. പരിഹാരമൊന്നുമില്ല. ഒരു പാട്ടാ എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് പാടാൻ വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാനത് ഗദ്യ രൂപത്തിൽ പറയാം. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി. ഇവിടെ കൊത്തിക്കൊണ്ടുപോയതേ ഒരു കളക്ടർ കാക്കയാണെന്ന് മാത്രം. തെളിച്ചു പറടാ എന്തോന്ന് വെച്ചാ. ശിവൻ ഇപ്പോ കളക്ടറുടെ വീട്ടിലെ ആശ്രിതനായിട്ട് നിൽക്കുവാ. ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞാ നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ എല്ലാ പണിയും എടുക്കണം. കളക്ടർ ശാലിനി വിഷ്ണുവിനെ കൊണ്ട് ചിലപ്പോ കളക്ടറേറ്റിലേക്ക് പോകേണ്ടി വരും. ബീച്ചിൽ പോകേണ്ടി വരും. ഏത് പിന്നെ കളക്ടർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകേണ്ടി വരും. എടാ കമല, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഒഴിച്ച് എനിക്ക് എല്ലാം മനസ്സിലായി സത്യമേ. എന്റെ ആശാന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ എന്റെ ആശാനെ കണ്ടുമുട്ടിയെന്ന് എനിക്ക് അറിയില്ല. അന്നു മുതൽ ചങ്കായിട്ട് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അല്ല, ആശാനെന്ന് ഞാൻ വിളിക്കുന്നതേ അത് 100% ആശാനായിട്ട് തന്നെയാ. വേറെ എന്ത് വേണേ സത്യമ്മ പറഞ്ഞു, പക്ഷെ ഇത് മാത്രം എന്നെ സത്യമ്മ നിർബന്ധിക്കരുത്. എടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എടാ, കാശ് കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നും അവരത് എത്രയൊക്കെ വെച്ചാണ് തരുന്നതെന്നും ഒക്കെ അറിയാവുന്നത് നിനക്കും വിഷ്ണുവിനും മാത്രമാണ്. എടാ, അതുകൊണ്ടാ ശിവന്റെ കൂടെ നീയും കൂടെ പോണെന്ന് ഞാൻ പറഞ്ഞത്. എടാ, നിനക്കറിയാലോ എനിക്ക് മരുമകളുടെ കാശ് കൊണ്ട് ജീവിക്കാനാവില്ല. കുടുംബം കൊണ്ടുപോയി വലിയൊരു എമൗണ്ടിന് പണയപ്പെടുത്തിയിട്ട് ഇത് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എടാ, നീ ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഈ പണമെല്ലാം വാങ്ങിച്ചവരെ കൊണ്ടുപോകും. ബാങ്കുകാര് ഈ വീടും പറമ്പും ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഒരിക്കലൊരു ദുരന്തത്തിൽ നിന്ന് കരകയറി വന്നവരാ നമ്മള്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ച
ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുമ്പിലില്ല. എടാ, ശിവനെ നിർബന്ധപൂർവ്വം ഞാൻ ഇവിടെ ജോലിക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് സഹായിക്കേ. എത്തം കിട്ടാത്ത കയറ്റി കിടന്ന് ഒരു പിടിവള്ളി ഒരു വിധത്തിൽ ഒപ്പിച്ച് കയറാൻ ശ്രമിക്കാൻ ഞാൻ. ദാ, ഒപ്പം നിൽക്കണം. എടാ, ഈ സമയത്ത് നിനക്ക് ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത്. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക. നിന്റെ ആശാന്റെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറങ്ങണോ അതോ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണോന്ന്? എടുത്തമേ, ഞാൻ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ നിനക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്.